ഇനി നെക്സ്റ്റ് വരുന്നതാണിത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അഥവാ MRD. അപ്പൊ നമ്മൾ ഫാർമസി വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് MRD എന്ന് പറയുന്നത്. എന്താണത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതിന് നമ്മൾക്ക് മെഡിക്കൽ ചാർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മള് ഹെൽത്ത് റെക്കോർഡ്സ് എന്നൊക്കെ മറ്റു പേരുകളിലും പറയുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നു, അതുപോലെ മെഡിക്കൽ ചാർട്ട്, അതുപോലെ ഹെൽത്ത് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത് ഇതിനെ തന്നെയാണ്, മെഡിക്കൽ റെക്കോർഡ്സിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, MRD എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ഇനിയിപ്പോ MRD എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നരുത്. എന്താണത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് വായിക്കാം. This department handles recording and maintaining all the records or files of inpatients as well as outpatients. അതായത് കിടപ്പ് രോഗികളുടെയും അതോടൊപ്പം തന്നെ ഔട്ട് പേഷ്യന്റിന്റെയും എല്ലാവിധ റെക്കോർഡ്സുകളും റെക്കോർഡുകളും ഫയലുകളും കൈകാര്യം ചെയ്യുന്നതും പരിപാലിക്കുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്, MRD ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നത്? ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടേഴ്സിനെ അവർ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ്സ് ആണ് അവർ എടുത്തിട്ടുള്ളത്, അതുപോലെ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ, നഴ്സസ് റെക്കോർഡ്, ഇങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ചെയ്തിട്ടുള്ള സ്കാൻ ആയിക്കോട്ടെ, എക്സ്റേ ആയിക്കോട്ടെ, അവർ ചെയ്ത എല്ലാവിധ ട്രീറ്റ്മെന്റ്സുകളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം റെക്കോർഡ്സുകളെ കൈകാര്യം ചെയ്യുന്നതും പരിപാലിക്കുന്നതും MRD ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഇറ്റ് ഈസ് വിത്ത് ദീസ് റെക്കോർഡ്സ് ദാറ്റ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി formulated and it serves as a reference for the future purpose. അപ്പോ ഇത്തരം മെഡിക്കൽ റെക്കോർഡ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളാണ് കേട്ടോ. മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളുടെ ഒരു പ്രൈമറി ടൂൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. അപ്പൊ ഇത്തരം മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ നമ്മുടെ മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകൾ രൂപപ്പെടുത്തുന്നത്. ഇനി ഇറ്റ് സെർവ് ആസ് എ റെഫറൻസ് ഫോർ ദ ഫ്യൂച്ചർ പർപ്പസ്. അത് മാത്രമല്ല, ഭാവിയിലെ പല റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കാം. ഒരു പേഷ്യന്റ് ഒരു ഡോക്ടർ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനൊക്കെ ട്രീറ്റ് ചെയ്തെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ചാൽ മതി. ആ ഡോക്ടർക്ക് മനസ്സിലാവില്ല ഇന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നല്ല എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന മരുന്നുകൾ അയാൾ കഴിച്ചിട്ടുണ്ട്, എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടല്ലോ. അത്രയേ ഉള്ളൂ കേട്ടോ MRD എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് പറഞ്ഞത്? ക്ലിയർ അല്ലേ? എന്താണ് ആൾക്കൊരു ഉഷാറില്ലാത്തത്? ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടാണോ? കുറച്ച് ഡ്രൈ ആണ് കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ. പക്ഷെ നമ്മളത് പഠിക്കണം. ചെറിയ ബോറടിയൊക്കെ ഫീൽ ചെയ്യും. അടുത്തതാണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. എന്തായിരിക്കും മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്? മെയിൻ്റനൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും പ്രവർത്തനക്ഷമമായിട്ട് ഇരിക്കുന്നതിൽ ഉറപ്പുവരുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇലക്ട്രിക്കൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കും, പ്ലംബിംഗ് വർക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകള്. പിന്നെ എന്താണ് ഓരോ റൂമുകളിൽ എന്തുണ്ടായിരിക്കും? TV ഉണ്ടായിരിക്കും, AC ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എൻഷുവേഴ്സ് that the hospital is in operable condition. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഉറപ്പുവരുത്തുന്നത്? ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. It makes the plans and performs various projects for the hospital. അതിൽ വന്നിട്ട് ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പദ്ധതികൾ, വിവിധ പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? This department makes sure that
ഓൾ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് ആർ ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻസ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാവിധ ഇലക്ട്രിക്കൽ സൗകര്യങ്ങളും പെർഫെക്റ്റ് കണ്ടീഷനിലാണോ. പിന്നെന്താണ്, പെർഫോംസ് ദ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വർക്ക് ഫോർ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ്, പ്ലംബിംഗ്, സ്റ്റീൽ വർക്ക്സ് എക്സെട്ര. അത് മാത്രമല്ല ഈ AC എയർ കണ്ടീഷനിങ് അതിന്റെയൊക്കെ എന്താണ്, AC-കളുടെ ഒക്കെ റിപ്പയറിംഗ് അല്ലെ, അറ്റകുറ്റപ്പണികളും അതിന്റെ റീപ്ലേസ്മെന്റ്, അതുപോലെ പ്ലംബിംഗ് വർക്ക്, സ്റ്റീൽ വർക്ക്, അങ്ങനെ നിരവധി ആയിട്ടുള്ള എന്താണ് ഹോസ്പിറ്റലുകളുടെ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്താണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ വേറൊരു പേരും കൂടെ പറയും, എന്താണ്, മെറ്റീരിയൽ മാനേജ്മെന്റ്. എന്താണ് പറയാ, മെറ്റീരിയൽ മാനേജ്മെന്റ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നാവും ചോദ്യത്തിൽ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നാവും പറയാം. രണ്ടും ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ എന്തായിരിക്കും. അതായത് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധന സാമഗ്രികളും പർച്ചേസ് ചെയ്യുക അല്ലെ, വാങ്ങുന്ന കാര്യമാണ്, അല്ലെങ്കിൽ വാങ്ങുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ for purchasing all supplies and equipment for the hospital. അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്ലൈസും അല്ലെ, സാധന സാമഗ്രികളും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകളും വാങ്ങുന്ന കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആര്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ഏറ്റവും ലാസ്റ്റ് വൺ ആണ്. ഏതാണത്? ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്താ പറയാ, ICT എന്നാണ് പറയാ അല്ലെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മൾ ലബോറട്ടറി സേവനങ്ങൾ പഠിച്ചപ്പോ അതിനായിട്ട് നമ്മൾ LIS, HIS ഒക്കെ പറഞ്ഞിട്ടുള്ള ഓർക്കുന്നുണ്ടോ? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം എന്താണ് ഈ പറയുന്ന ICT വരുന്നതാണ് അല്ലെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്കകത്ത് വരുന്നതാണ്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞ എന്താണ്, ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ. പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു, ഈ കമ്പ്യൂട്ടർ ഒക്കെ വരുന്നതിനേക്കാളും ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സും ഫയലുകളൊക്കെ ആക്കി സൂക്ഷിച്ചു വെക്കണമായിരുന്നു. അതേ പറയുന്ന പോലെ പേപ്പറും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അത് കാലപ്പഴക്കം പോകും, അല്ലെങ്കിൽ അത്തരം വിവരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമാണ്. ഇന്ന് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല. എല്ലായിടത്തും എന്താണ് കമ്പ്യൂട്ടർ ബേസ്. നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങള് നമുക്ക് നഷ്ടപ്പെടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കൺവീനിയൻസ് ഇന്നത്തെ നമുക്കുണ്ട് അല്ലെ. അതൊക്കെ എന്തുകൊണ്ടാണ് വരാൻ കാരണം, ഈ പറയുന്ന ICT സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. All hospitals today use computers to keep the track of patient records and other medically related affairs. അല്ലെ, ഇന്നിപ്പോ എല്ലാ ഹോസ്പിറ്റലുകളും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന പേഷ്യന്റിന്റെ റെക്കോർഡ്സും മറ്റ് ഈ പറയുന്ന ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാ ഹോസ്പിറ്റലുകളിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു ഡോക്ടറെ കാണാൻ പോയി അല്ലെ, നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും നമ്മൾ ലാബിൽ പോയി മറ്റുള്ള ടെസ്റ്റുകൾ ചെയ്ത് എല്ലാ വിവരങ്ങളും ഈ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിലൂടെ സിസ്റ്റത്തിലൂടെ ഡോക്ടർക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പോ therefore this department provides the technical support at hand when needed and keep the systems updated. എന്താണ് പറയുന്നത്, എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സപ്പോർട്ടിംഗ് സർവീസ് ആണ് അവർ കൊടുക്കുന്നത്? ഇവര് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടെക്നിക്കൽ സപ്പോർട്ടാണ് അല്ലെ. അതായത് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പിന്തുണയാണ്. അങ്ങനെ ഒരു സപ്പോർട്ടാണ് ആർക്ക് കൊടുക്കുന്നത്, ഹോസ്പിറ്റലിന് കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ. ഇതാണ് പറയുന്നത് this department provides the technical support as and when needed. ഹോസ്പിറ്റലിന് ആവശ്യമുള്ള സാഹചര്യത്തിൽ അവർക്കായിട്ടുള്ള സാങ്കേതിക പിന്തുണ നൽകുന്നു. ആൻഡ് keep the systems updated. എന്താണ് ഇവിടുത്തെ സിസ്റ്റംസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലാണ്ട് ഇവിടെ പറയുന്ന സിസ്റ്റം ഹോസ്പിറ്റൽ സിസ്റ്റംസ് ആണ് അഥവാ ഹോസ്പിറ്റൽ സംവിധാനങ്ങളാണ്. സംവിധാനം എന്നാണ് ഇവിടുത്തെ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റം ആണെന്ന് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ആണോ എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് അല്ലെ, കൃത്യമായിട്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്യുക.
അപ്ഡേറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ദ സപ്പോർട്ട് വെൻ സിസ്റ്റം ഫെയിൽസ്. ഏതെങ്കിലും കാരണവശാൽ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ എന്താണ് അത് വീട്ടെടുത്ത് കൊടുക്കാം. അങ്ങനെ ഒരു സപ്പോർട്ടും കൂടെ ആദ്യം കൊടുക്കുന്നുണ്ട് ICT ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. മനസ്സിലായല്ലോ? ICT ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് അവരുടെ സർവീസ് കൊടുക്കുന്നത്. പിന്നെ they also aim to provide the effective online services for patients. അത് മാത്രമല്ല പേഷ്യൻസ് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും അവർ നൽകുന്നുണ്ട്. ഇന്നിപ്പോ പണ്ടത്തെ പോലെ നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ടോക്കൺ എടുത്ത് തിരിച്ചു വീട്ടിലുണ്ട്, പിന്നെ ആ സമയമാകുമ്പോൾ വീണ്ടും ഡോക്ടറെ കാണാൻ പോകും. അങ്ങനെയുള്ള ഇതൊന്നും ഇന്നത്തെ കാലത്തില്ല അല്ലെ. നമുക്ക് ഫോണിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. എല്ലാ സൗകര്യമുണ്ട്. നമ്മൾ പഠിക്കുന്നിടത്താണ് ഓൺലൈനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ എന്തുമാത്രം ഈ പറയുന്ന ICT വന്നപ്പോ എന്തുമാത്രം ചേഞ്ചസ് ആണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാലോ. അപ്പൊ ഇത്തരത്തില് ഓരോ ഈ പറയുന്ന രോഗികൾക്ക് ആവശ്യമായിട്ട് ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം എന്താണ് ഹെൽപ്പ് ടു കീപ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ ഇൻഫോർമഡ് ഓഫ് സർട്ടൻ ഇവന്റ്സ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതുപോലെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കാനും ഇന്നിട്ട് സാധിക്കുന്നുണ്ട്. ഈ ICT സേവനം കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും നടക്കുന്ന കാര്യങ്ങൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ICT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമ്മള് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകളാണ് നമ്മൾ പഠിച്ചത്. 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകളാണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു ആ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ക്ലിനിക്കൽ ലാബ് ആണ് അല്ലെ. അപ്പൊ ലാബ് എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്? ലാബ് ടെസ്റ്റിലൂടെ രോഗനിർണയത്തിന് മെഡിക്കൽ സ്റ്റാഫിനെ സഹായിക്കുന്നു. റേഡിയോളജി ആണെങ്കിലോ റേഡിയേഷൻ പ്രൊസീജിയർ, ഈ പറയുന്ന റേഡിയോളജി ഇമേജിംഗ് മെത്തേഡ്സിലൂടെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫിനെ സഹായിക്കുന്നു. അതിനകത്ത് നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ പഠിച്ചിരുന്നു കേട്ടോ. പിന്നെ CSST എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം അണുവിമുക്തമാക്കിയിട്ട് സൂക്ഷിക്കുന്നതിൽ സുപ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വന്നിട്ട് ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സിൽ കറക്റ്റ് എന്താണ് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളത്, നീറ്റ് ആൻഡ് സ്റ്റെറിലൈസ് ആയിട്ട് സൂക്ഷിക്കുന്നതിലൂടെയാണ് അവരവരുടെ സേവനങ്ങൾ കൊടുക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ. പിന്നെന്താണ് ഹൗസ് കീപ്പിംഗ്. എന്താണ് ഹൗസ് കീപ്പിംഗ്? നമ്മുടെ ഹോസ്പിറ്റൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് അവർ സേവനം കൊടുക്കുന്നു അല്ലെ, സപ്പോർട്ടീവ് സേവനം കൊടുക്കുന്നു. പിന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലോ പേഷ്യൻസിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിലുള്ള മറ്റെല്ലാ സ്റ്റാഫുകൾക്കും ഭക്ഷണ സേവനങ്ങൾ നൽകിക്കൊണ്ടാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ സോഷ്യൽ വർക്കാണ് അല്ലെ. അതായത് ഈ പറയുന്ന രോഗികൾക്ക് വൈകാരികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സ്ട്രെസ്സും മറ്റുള്ളതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് അത്തരത്തിൽ സഹായിക്കുന്നതിലൂടെ മെഡിക്കൽ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കണ്ടത് ഫിസിയോതെറാപ്പി ആയിരുന്നു. സാധാരണ പെയിൻ മാനേജ്മെന്റിനും അതുപോലെ തന്നെ രോഗികളുടെ പുനരധിവാസത്തിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ആ രീതിയിലാണ് അവർ ഹോസ്പിറ്റലിനെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഫാർമസി എങ്ങനെയാണ് ഈ പറയുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്തുകൊണ്ട് അല്ലെ, മരുന്നുകൾ മാത്രമല്ല ഈ പറയുന്ന രോഗിയുടെ ആരോഗ്യ പരിചരണവും ശസ്ത്രക്രിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എല്ലാവിധ ഡ്രഗ്സുകളും ഇൻസ്ട്രുമെന്റ്സും സപ്ലൈ ചെയ്യുക എന്നുള്ള സേവനം കൂടെ ആര് കൊടുക്കുന്നുണ്ട്, ഫാർമസി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് കണ്ടത് MRD ഡിപ്പാർട്ട്മെന്റ് ആണ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അത് വന്നിട്ട് കിടപ്പ് രോഗികളുടെ അതുപോലെ തന്നെ പുറം രോഗികളുടെ ഔട്ട് പേഷ്യൻസ് അവരുടെ എല്ലാവരുടെയും മെഡിക്കൽ റെക്കോർഡ്സ് അതുപോലെ തന്നെ ഫയലുകൾ കൈകാര്യം ചെയ്ത് പരിപാലിക്കുന്നതും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ മാത്രമല്ല ഇത്തരം റെക്കോർഡ്സിലൂടെയാണ് നമുക്ക് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നത്. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടൂളാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. പിന്നെ നമ്മൾ മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയർ അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഭൗതികമായിട്ട് സാഹചര്യം, അതായത് ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ്, ഈ പറയുന്ന എയർ കണ്ടീഷനിങ്, ലിഫ്റ്റ്, പിന്നെ പ്ലംബിംഗ് വർക്ക്, പിന്നെ വാട്ടർ സപ്ലൈ, മെഡിക്കൽ ഗ്യാസ് സപ്ലൈ, അതെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു സേവനമാണ് അവർ കൊടുക്കുന്നത്. പിന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യമുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള എല്ലാ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ICT ആണ് അല്ലെ, ഈ പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അവർ വന്നിട്ട് പേഷ്യൻസിന് ഓൺലൈൻ സേവനങ്ങൾ നൽകുന്നതിലൂടെയും
അതോടൊപ്പം തന്നെ എന്താണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അത്തരത്തിലുള്ള സപ്പോർട്ടീവ് സേവനമാണ് അവർ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ക്ലിനിക്കൽ ലബോറട്ടറി നമ്മൾ എഴുതിയിരുന്നു, റേഡിയോളജി എഴുതി, CSST എഴുതി, ഫാർമസി എഴുതിയില്ലേ നമ്മള്? മെഡിക്കൽ റെക്കോർഡ്സ് എഴുതിയോ? മെഡിക്കൽ റെക്കോർഡ്സ് ഹൗസ് കീപ്പിംഗർ എഴുതി അല്ലേ? ഹൗസ് കീപ്പിംഗർ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം കേട്ടോ. ഡയറ്ററി സർവീസ് എഴുതിയിട്ടില്ലല്ലോ, അവിടെ തൊട്ട് നമുക്ക് എഴുതാം. ഡയറ്ററി സർവീസ് കേട്ടോ, എഴുതിക്കോളൂ. ഡയറ്ററി സർവീസ് ഒരു ഹൈഫൺ ഇട്ട് എഴുതാം. aims to provide nutritious, attractive food, maintaining hygiene, 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 and high standards to all patients. ഇവിടെ പറയാണ് ഡയറ്ററി സർവീസ് ഹൈഫിലിട്ട് എഴുതാം. aims to provide nutritious, attractive food, maintaining hygiene and high standards to all patients. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഡയറ്ററി സർവീസ് aims to provide nutritious, 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 attractive food, maintaining, MAINTAING, maintaining hygiene, HYGEINE, hygiene spelling ആണ് കേട്ടോ, HYGEINE, hygiene, and high standards, standards spelling എന്താണ്? STANDARDS കേട്ടോ, standards to all patients, എന്താണ് പറയുന്നത്? അതായത് എല്ലാ രോഗികൾക്കും അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ആൻഡ് അട്രാക്റ്റീവ് ഫുഡ് എന്നാണ് അവർ പറയുന്നത് അല്ലെ. പോഷകാഹാരങ്ങള് എങ്ങനെ കൊടുക്കണം? മെയിൻറ്റെയിനിങ് ഹൈജീൻ ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ്സ് അല്ലെ. വളരെ ശുചിത്വവും അതുപോലെ തന്നെ ഹൈ സ്റ്റാൻഡേർഡ്സും ആ ഒരു നിലവാരം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ രോഗികൾക്കും അവർക്ക് ആവശ്യമുള്ള പോഷകാഹാര സേവനം നൽകുക. അതാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കിട്ടിയില്ലേ ഡയറ്ററി? പിന്നെ അടുത്തത് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഴുതിക്കോളൂ കേട്ടോ. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറയട്ടെ. ഹൈഫനറ്റ് എഴുതിക്കോളൂ. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. help to improve, IMPROVE, improve patient care, PATIENT, patient care, 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 and hospital operations, OPERATIONS, hospital operations, by facilitating, FACILITING, FACILITING,
TATING, facilitating the flow of FLOW, the flow of information, INFORMATION. ഒന്നുകൂടെ വായിക്കാണ്. IT and communication ഹൈഫനിട്ട് എഴുതാം. ഹെൽപ്പ് ടു ഇംപ്രൂവ് patient care and hospital operations by facilitating the flow of information. Help to improve patient care and hospital operations by facilitating the flow of information. അതായത് ഈ പറയുന്ന പേഷ്യന്റിന്റെ പരിചരണവും അതുപോലെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ, ഈ ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സർജിക്കൽ ഓപ്പറേഷൻ അല്ല കേട്ടോ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്യുക അല്ലെ, അതായത് കുറച്ചും കൂടെ നിലവാരത്തിലേക്ക് എത്തിക്കാം. ഇങ്ങനെ ബൈ ഫെസിലിറ്റേറ്റിംഗ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഇത്തരത്തിലെ ഇൻഫർമേഷനെ നല്ല രീതിയിൽ പാസ് ചെയ്തുകൊണ്ട് രോഗികളുടെ പരിചരണവും അതുപോലെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുക. അതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എന്ന് പറയുന്നത്. മനസ്സിലായോ? കിട്ടിയില്ലേ എല്ലാവർക്കും? കിട്ടിയോ? എഴുതിയെടുക്കണ്ട. ശരി, ഇനി നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കാം. മെഡിക്കൽ സോഷ്യൽ സർവീസ്. എഴുതിയിട്ടില്ലല്ലോ അത്? മെഡിക്കൽ സോഷ്യൽ സർവീസ് കേട്ടോ, എഴുതിക്കോളൂ. ഹൈഫനിട്ട് എഴുതാം. മെഡിക്കൽ സോഷ്യൽ സർവീസ് ഹൈഫനിട്ട് എഴുതാം. മെഡിക്കൽ സോഷ്യൽ സർവീസസ് help the patients, HELP, the patients. Patients in the spelling of PATIENTS. Help the patients and their families. ഏത് theirആണ്? THEIR കേട്ടോ, THEIR, their family, FAMILIES, family. cope, COPE, നേരിടുക എന്നാണ് കേട്ടോ അർത്ഥം. കോപ്പ്, COPE, cope with, WITH, with the emotional, EMOTIONAL, TIONAL, emotional, and social challenges, SOCIAL, social challenges, CHALLENGES, challenges of illness, 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 and care, CARE, care. ഒന്നുകൂടെ വായിക്കാണ്. മെഡിക്കൽ സോഷ്യൽ സർവീസസ് help the patients and their families cope with the emotional and social challenges of illness and care. അതായത് മെഡിക്കൽ സോഷ്യൽ സർവീസ് എങ്ങനെയാണ് പേഷ്യൻസിനെ സഹായിക്കുന്നത്? പേഷ്യൻസിനെയും അവരടങ്ങുന്ന കുടുംബാംഗങ്ങളെയും ഈ പറയുന്ന രോഗാവസ്ഥ മൂലമുള്ള അവരുടെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നതിനും, കോപ്പ് എന്ന് വെച്ച് നേരിടുക കേട്ടോ, നേരിടുന്നതിനും അതുപോലെ പരിചരണവും നൽകുന്നു കേട്ടോ, കെയർ, പരിചരണം. മെഡിക്കൽ സോഷ്യൽ സർവീസസ് ഹെൽപ്പ് ദ പേഷ്യൻസ് ആൻഡ് ദർ ഫാമിലീസ്
cope with the emotional and social challenges of illness and care. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? എഴുതിയില്ലേ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്ത എന്താണ്? ഫിസിയോതെറാപ്പി. എന്താണ്? ഫിസിയോതെറാപ്പി. എഴുതിക്കോളൂ കേട്ടോ. ഫിസിയോ എന്താണ് അലീന? സ്കോപ്പ് അല്ല മോനെ, കോപ്പ്. കോപ്പ്, COPE. കോപ്പ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നേരിടുക എന്നാണ് കേട്ടോ. നേരിടുക, അത് തന്നെ. അലീന ഇപ്പൊ കറക്റ്റ് ആണ് കേട്ടോ എഴുതിയത്, സ്പെൽ ചെയ്തത്. COPE, കോപ്പ്. കോപ്പിന്റെ അർത്ഥം നേരിടുക. കിട്ടിയില്ല? ഇനി അടുത്തത് എന്താണ്? ഫിസിയോതെറാപ്പി പറയട്ടെ. ഫിസിയോതെറാപ്പി എഴുതിക്കോളൂ. ഫിസിയോതെറാപ്പി ട്ടോ. ഹൈഫൻ ഇടാം. ഹൈഫൻ ഇട്ട് എഴുതിക്കോളൂ. പ്രിവെൻഷൻ. പ്രിവെൻഷൻ, PREVENTION. പ്രിവെൻഷൻ. പ്രിവെൻഷൻ, PREVENTION. പ്രിവെൻഷൻ, പ്രതിരോധം കേട്ടോ. പ്രിവെൻഷൻ, കോമ ഇടാം, കോമ. ഡയഗ്നോസിസ്. ഡയഗ്നോസിസ്, DIAGNOSIS. DIAGNOSIS. ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താണ്? രോഗനിർണയം, കോമ. അടുത്തെന്താണ്? തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്. തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്. തെറാപ്യൂട്ടിക് സ്പെല്ല് ചെയ്യാണ് THERAPUTIC. THERAPUTIC. തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്. MANAGEMENT. മാനേജ്മെന്റ് ഓഫ് പെയിൻ. വേദന, പെയിൻ, PAIN. പെയിൻ, കോമ. ഡിസോർഡേഴ്സ്. ഡിസോർഡേഴ്സ്, DISORDERS. ഡിസോർഡേഴ്സ്, കോമ. മൂവ്മെന്റ്. മൂവ്മെന്റ്, ചലനം കേട്ടോ. MOVEMENT. മൂവ്മെന്റ് ഓഫ് മസിൽസ്. മസിൽസിന്റെ സ്പെല്ലിംഗ് എന്താണ്? MUSCLES. മസിൽസ്, പേശികള്. പിന്നെന്താണ്? ജോയിന്റ്സ്. JOINTS. ജോയിന്റ്സ്, സന്ധികള് കേട്ടോ. എക്സിട്ര, ETC എന്നിട്ടാ മതി കേട്ടോ. എക്സിട്ര. അപ്പൊ ഒന്നുകൂടെ വായിക്കാണ്. ഫിസിയോതെറാപ്പി, പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് പെയിൻ, കോമ. ഡിസോർഡേഴ്സ്, കോമ. മൂവ്മെന്റ് ഓഫ് മസിൽസ്, ജോയിന്റ്സ്, എക്സിട്ര. എന്താണ് പറയുന്നത്? ഈ പറയുന്ന നമ്മളുടെ പെയിൻ അല്ലെ, പെയിൻ, വേദന, അതുപോലെ മറ്റു പല ഡിസോർഡേഴ്സ്. പിന്നെ എന്താണ്? നമ്മളുടെ മൂവ്മെന്റ് ഓഫ് മസിൽസ് ആൻഡ് ജോയിന്റ്സ് അല്ലെ, പേശികളുടെയും സന്ധികളുടെയും ഒക്കെ മൂവ്മെന്റ്. ഇവയുടെയൊക്കെ എന്താണ്? ഇവയ്ക്ക് വരുന്ന അസുഖങ്ങളെയൊക്കെ തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ആണ് അല്ലെ. അവയുടെ പ്രിവെൻഷൻ, അതുപോലെ രോഗനിർണയം, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്. ഈ ഒരു സേവനം നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് പെയിൻ, ഡിസോർഡേഴ്സ് ആൻഡ് മൂവ്മെന്റ് ഓഫ് മസിൽസ്, ജോയിന്റ്സ്, എക്സെട്ര. കിട്ടിയില്ലേ നിങ്ങൾക്ക്? കിട്ടിയില്ലേ? ഞാന് വളരെ സ്ലോവിലാണ് പറയുന്നത്. ചിലർക്കൊക്കെ ഇത് സ്പെല്ലിങ് അറിയാം, മറ്റു പലർക്കും എഴുതാൻ പറ്റാത്ത പോവരുതെന്ന് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെ. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതാണ് നമുക്കിനി എഴുതുന്നത്. ഹൈഫൻ ഇട്ടോളൂ. ഹൈഫൻ ഇട്ട് വെക്കിട്ടാ. പറയാണേ, എഴുതിക്കോണേ. റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ സ്പെല്ലിങ് RESPONSIBLE. റെസ്പോൺസിബിൾ ഫോർ കേട്ടോ. ഫോർ മെയിൻറ്റെയിനിങ്. മെയിൻറ്റെയിനിങ്,
maintaining. 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 Mechanical. 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 mechanical, comma, electrical. 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 electrical, comma, and comma ഇട്ടിട്ട് and ഇടുന്നില്ല, and എഴുതിയാൽ മതി. and building services. building services. BUILDING. building services. 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 or എന്ന് പറയുന്നെങ്കിൽ ഓർന്ന് എഴുതാം, അല്ലെങ്കിൽ ഒരു സ്ലാഷ് ഇട്ടാലും മതി കേട്ടോ. സ്ലാഷ് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഓർന്ന് എഴുതിക്കോളൂ. or hospital infrastructure. hospital infrastructure. infrastructure spelling INFRA, structure STRUCTURE. infrastructure. ഞാനതോടെ വായിക്കാണ്. responsible for maintaining mechanical, electrical and building services or hospital infrastructure. അതായത് ഒരു ഹോസ്പിറ്റലിലുള്ള മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക്, മറ്റു പല ബിൽഡിംഗ് സർവീസസും, അതല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും നമുക്ക് ഒരുമിച്ച് എന്ത് പറയാം, ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നും പറയാം അല്ലെ. ഹോസ്പിറ്റലിലെ അടിസ്ഥാന സൗകര്യം ഇതെല്ലാം തന്നെ നിലനിർത്തുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? എല്ലാവരും എഴുതിയെടുത്തോ? കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതും കൂടെ എഴുതാം. അടുത്ത എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെ. ഇതിൽ എഴുതേണ്ടത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ്. ഹൈഫൺ ഇട്ടോളൂ കേട്ടോ, ഹൈഫൺ ഇട്ടോളൂ. എഴുതാം. റെസ്പോൺസിബിൾ ഫോർ RESPONSIBLE responsible for 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 ensuring 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 ഉറപ്പാക്കുക കേട്ടോ, ഉറപ്പ് വരുത്തുക എന്നാണ് അർത്ഥം. ensuring 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 the hospital has a HAS has a steady supply, steady 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 supply 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 of materials spell ചെയ്യാം MATERIALS materials and equipments 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 needed for needed for daily daily operations OPERATIONS. ഒന്നുകൂടെ വായിക്കാണ്. responsible for ensuring the hospital has a steady supply of materials and equipments needed for daily operations. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഡെയിലി ആയിട്ടുള്ള ഓപ്പറേഷൻസ്, എന്ത് ഓപ്പറേഷൻ? സർജിക്കൽ ഓപ്പറേഷൻ അല്ലാണ്ടോ. അതായത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ്, സാധന സാമഗ്രികള്, എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ശരിയായ രീതിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നതിൽ ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആര്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ്. കിട്ടിയോ നിങ്ങൾക്ക്? എഴുതിയോ? എന്താണ് അലീന?
സ്റ്റഡി സപ്ലൈ, ശരിയായിട്ടുള്ള വിതരണം, സ്റ്റഡി സപ്ലൈ ശരിയായിട്ടുള്ള വിതരണം നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലായി? ഇനി നമ്മള് 12 ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ ഒരു 1-2 സെന്റൻസിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാത്തതുണ്ടോ? മീൻസ് കഴിഞ്ഞ ദിവസം ഞാൻ നോട്ട് കൊടുത്തപ്പോ മിസ്സായി പോയി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഉണ്ടോ? ഏതാണ് സൗമ്യ എന്ന് പറയാമോ? ഏത് ഡിപ്പാർട്ട്മെന്റ് മിസ്സായി പോയേക്കുന്നത്? മെഡിക്കൽ അല്ലെ? ഏതാണ് മോളെ? മെഡിക്കൽ സോഷ്യൽ സർവീസ് ആണോ? മെഡിക്കൽ സോഷ്യൽ സർവീസ്. അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ. സൗമ്യക്ക് മാത്രമല്ലേ കിട്ടാത്തുള്ളൂ. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ. മെഡിക്കൽ ഏതാണ് പോലെ? മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ ഏതൊക്കെയാണ്? മെഡിക്കൽ സോഷ്യൽ സർവീസ് കിട്ടിയിട്ടില്ല, മെഡിക്കൽ റെക്കോർഡ്സ് കിട്ടിയിട്ടില്ല. സൗമ്യക്ക് മെഡിക്കൽ റെക്കോർഡാണല്ലേ ഉദ്ദേശിച്ച? ഓക്കെ ഓക്കെ, ശരി, ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് എഴുതിക്കോ. അത് പറഞ്ഞത് കിട്ടിയില്ല അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് എഴുതിക്കോളൂ. സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ, മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ പറയുന്നത്. നോട്ട് ചെയ്യാം, മെഡിക്കൽ റെക്കോർഡാണ് പറയുന്നത്. സൗമ്യ എഴുതിക്കോളൂ, ഹൈഫൺ ഇടുക. സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ, സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ. സിസ്റ്റമാറ്റിക് സ്പെൽ ചെയ്യാം, SYSTAMATIC, സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ, DOCUMENTATION, documentation of a patient's, PATIENT apostrophe S ആണ് കേട്ടോ, apostrophe S ആണ്. പേഷ്യൻസ്. മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, HISTORY ട്ടോ, മെഡിക്കൽ ഹിസ്റ്ററി. ആൻഡ് കറന്റ് ട്രീറ്റ്മെന്റ്സ്, കറന്റ് ട്രീറ്റ്മെന്റ്സ്, കറന്റ് CURRENT, കറന്റ് ട്രീറ്റ്മെന്റ്സ്, TREATMENTS. എന്താണ് സൗമ്യ? സൗമ്യ ക്ലിനിക്കൽ ലാബിന്റെ സെന്റൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എഴുതിയെടുക്കാത്തവർ എഴുതിക്കോള്. ഞാനിപ്പോ പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. കറന്റ് ട്രീറ്റ്മെന്റ്സ് എഴുതിയോ? ആൻഡ് കെയർ ഗിവൺ, കെയർ ഗിവൺ, CARE, കെയർ ഗിവൺ, GIVEN. എന്നോട് പറയാണ് മെഡിക്കൽ റെക്കോർഡ്സ്. സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ ഓഫ് എ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് കറന്റ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് കെയർ ഗിവൺ. അതായത് ഒരു രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിലവിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ്, അതാണ് കറന്റ് ട്രീറ്റ്മെന്റ്സ്, നിലവിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ പരിചരണങ്ങൾ. ഇത്രയും കാര്യങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ക്രമാനുഗതമായിട്ടുള്ള അല്ലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? രേഖപ്പെടുത്തൽ കേട്ടോ. ഒന്നുകൂടെ പറയാണ്, സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ ഓഫ് എ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് കറന്റ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് കെയർ ഗിവൺ. പിന്നെ ആരാണ്? ഫിസിയോതെറാപ്പി അല്ലെ? ഫിസിയോതെറാപ്പി കിട്ടിയില്ല. എന്താണ് സൗമ്യ? എന്താണ്? ഹെല്ലോ, ഹെൽപ്പ് ഏതിന്റെ ചോദിച്ചത്? ഫിസിയോതെറാപ്പി എഴുതാത്ത കാരണം അലീന, ഫിസിയോതെറാപ്പി ഒന്ന് എഴുതിയെടുത്തോട്ടോ. ഫിസിയോതെറാപ്പി എഴുതിക്കോളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഫിസിയോതെറാപ്പി. പ്രിവെൻഷൻ, PREVENTION, പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, DIAGNOSIS, ഡയഗ്നോസിസ്. തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്, THERAPEUTIC, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്, MANAGEMENT, മാനേജ്മെന്റ് ഓഫ് പെയിൻ, PAIN, പെയിൻ. പറയാന്ന ഹൗസ് കീപ്പിംഗ് പറയാട്ടോ. പെയിൻ. അതേ ശ്രീതിക, തെറാപ്യൂട്ടിക്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് പെയിൻ, ഡിസോർഡേഴ്സ്, ഡിസോർഡേഴ്സ്, DISORDERS, ഡിസോർഡേഴ്സ്, മൂവ്മെന്റ് ഓഫ്
മൂവ്മെന്റ്, MOVEMENT ട്ടോ, മൂവ്മെന്റ് ഓഫ് മസിൽസ്, MUSCLES മസിൽസ്, joints, JOINTS joints, etc. etc. Prevention, diagnosis, therapeutic management of pain disorders, അതുപോലെ മൂവ്മെന്റ് ഓഫ് മസിൽസ്, ജോയിന്റ്സ്, എക്സെട്ര. ഇനി ഹൗസ് കീപ്പിംഗ് ജസ്റ്റ് പറയാണ്, എഴുതിക്കോളൂ. അല്ല എനിക്ക് കിട്ടി അല്ലെ? ഹൗസ് കീപ്പിംഗ് അന്ന എഴുതിക്കോളൂ. വർക്ക്സ് ക്ലോസ്ലി വിത്ത്, വർക്ക്സ് ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ പറയുന്ന, വർക്ക്സ് ക്ലോസ്ലി വിത്ത്, WORKS വർക്ക്സ് ക്ലോസ്ലി, CLOSCLY ക്ലോസ്ലി വിത്ത്, സൗമ്യ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. അതെ വർക്കേഴ്സ് അല്ലാട്ടോ സൗമ്യ, വർക്ക് എന്നാണ് കേട്ടോ, വർക്ക്സ് എന്നാണ്, വർക്ക്സ് WORKS വർക്ക്സ് ക്ലോസ്ലി വിത്ത്, closely with other departments, other departments, other, OTHER, other departments, 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 in a hospital, in a hospital, making the hospital, making the hospital, MAKING, making the hospital, department, 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 pleasant, 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 pleasant ആക്കിയിരിക്കാന്ന് വെച്ചാൽ എന്താണ്? ഒരു നല്ല രീതിയിൽ അല്ലെ, നല്ല, ശരിക്കും പ്ലസന്റ് എന്ന് വെച്ചാൽ സന്തോഷം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പ്ലസന്റ് ആക്കി വെക്കാന്ന് വെച്ചാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. പ്ലസന്റ്, PLEASANT, പ്ലസന്റ്, ആൻഡ് സേഫ് ഫോർ ദ, സേഫ്, സേഫ്, സേഫ് ഫോർ ദ പേഷ്യൻസ്, PATIENTS. അപ്പൊ ഒന്നുകൂടെ പറയാണ്, വർക്ക്സ് ക്ലോസ്ലി വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, മേക്കിംഗ് ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്ലസന്റ് ആൻഡ് സേഫ് ഫോർ ദ പേഷ്യൻസ്. അതായത് ഈ പറയുന്ന പേഷ്യൻസിന് സുരക്ഷിതമായിട്ടുള്ളതും അതുപോലെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ വളരെ പ്ലസന്റ് ആയിട്ട് നിലനിർത്തുന്നതിലും എന്താണ് പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. പിന്നെ ആരാണ്? ക്ലിനിക്കൽ ലബോറട്ടറി ആർക്കാണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്? ക്ലിനിക്കൽ ലബോറട്ടറി ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറയാണ്. പ്രൊവൈഡിങ് വൈഡ് റേഞ്ച് ഓഫ് ലാബ് ടെസ്റ്റ്, പ്രൊവൈഡിങ് വൈഡ് റേഞ്ച് ഓഫ് ലാബ് ടെസ്റ്റ്, ഏതാ പറയുന്നതിന് മനസ്സിലായോ? ക്ലിനിക്കൽ ലബോറട്ടറി ആണ് കേട്ടോ പറയുന്നത്. പ്രൊവൈഡിങ് വൈഡ് റേഞ്ച് ഓഫ് ലാബ് ടെസ്റ്റ് വിച്ച് ഹെൽപ്പ് ഡോക്ടേഴ്സ് for treatment, diagnose, 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 and manage, MANAGE, manage patients. Clinical laboratory എന്നിട്ട് വായിക്കാണ്, providing wide range of lab tests which help the doctors for treatment, diagnose and manage patients. കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഏതൊക്കെ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കേട്ടോ. കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കണം. കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു 1 or 2 സെന്റൻസസിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഒത്തിരി ഇലാബറേറ്റ് ചെയ്തിട്ട് ആളുകൾ ചോദിക്കാം. അപ്പൊ നമ്മള് ഈ ക്ലിനിക്കൽ ലബോറട്ടറി എന്താന്ന് പറയും ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം, ഇന്നതാണ്, അല്ലെങ്കിൽ റേഡിയോളജി. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നാൽ അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ പഠിക്കാനുണ്ട്. എന്താണത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനുശേഷം ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയിരിക്കും കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്ത ക്ലാസ്സിൽ മൺഡേ ആണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ് വരുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പറയും. അതോടുകൂടി ഈ ചാപ്റ്റർ തീരും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയിരിക്കും എടുക്കുക കേട്ടോ. ചാപ്റ്റർ നമ്പർ 11 ആണെന്ന് തോന്നുന്നു മോളെ. മൊഡ്യൂൾ 1 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 വരുന്ന ചാപ്റ്റർ ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. 11 ആണ് തോന്നുന്നത്. ഒന്ന് നോക്ക് കേട്ടോ. 13 ആണോ? ഓക്കെ, 13 ആണ്. ശരി. നിങ്ങൾ ചാപ്റ്റർ നമ്പർ നോക്കണ്ട, ഞാൻ എന്താ പറയാ ചാപ്റ്റർ നെയിം നോക്ക് കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ്.
എന്താണ് അലീന, മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. 4 മൊഡ്യൂൾസിൽ വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ കുട്ടികളായിട്ട് ഷെയർ ചെയ്താൽ അവര് പറയൂ കേട്ടോ. ആ ഓക്കെ, ഇനി ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോ. എന്താണ് ഫാത്തിമ, 3rd ഉം 4th ഉം? എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ മൊഡ്യൂൾസ്. 4 മൊഡ്യൂൾസ് ഉണ്ട്. 4 മൊഡ്യൂൾസിൽ ഉൾപ്പെടുന്ന ചാപ്റ്റേഴ്സ് അടക്കം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ സരിത, ഇന്റൻസീവ് കെയറിന്റെ ചാപ്റ്റർ 13 കേട്ടോ. നിങ്ങൾ ചാപ്റ്ററിന്റെ നെയിം നോക്കുക. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ക്ലാസ് മിസ്സായവര് റെക്കോർഡഡ് ക്ലാസ് കാണാം. പിന്നെ 2 ദിവസം സമയമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പണികളൊക്കെ ഒഴിഞ്ഞ സമയത്ത് നിങ്ങൾ കുറച്ചു നേരം വായിക്കാനായിട്ട് ടൈം കണ്ടെത്തണം കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ, നമുക്ക് മൺഡേ കാണാം കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു.